നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം ലോട്ടറി അടിക്കാവുന്ന അക്കങ്ങളാണ്. ലോട്ടറി അടിക്കാവുന്ന ചില നക്ഷത്രങ്ങളും അവർക്ക് എടുക്കാവുന്ന 4 അക്ക നമ്പറുകളുമാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഈ ആഴ്ചയിൽ 5000 രൂപ അടിക്കാൻ സാധ്യതയുള്ള നമ്പർ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ നമ്പർ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് പിടിച്ചു കളിക്കാനും സാധിക്കാവുന്ന ഒരു നമ്പറാണ്. ഇപ്പോ വേഴം അനുകൂലമായി വന്നിരിക്കുന്നതാണ്. ഈ ജൂൺ 2-ാം തീയതി മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വേഴം എന്ന് പറഞ്ഞാൽ ധനകാരകനാണ്. നമുക്ക് ധനത്തെ തരുന്ന ഒരു ഒരു ഗ്രഹമാണ് വേഴം. അപ്പോ ധനകാരകനായ വേഴം മിഥുനൻ രാശിയിൽ നിന്നും നേർഗതിയിൽ ഇപ്പോൾ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അതായത് 2-ാം തീയതി മുതൽ ഇനി വേഴം കർക്കിടകൻ രാശിയിലായിരിക്കും. അപ്പൊ കർക്കിടകൻ രാശി വേഴത്തിന്റെ ഉച്ചരാശിയാണ്. വേഴം ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏത് ഗ്രഹമാണെങ്കിലും ഉച്ചരാശിയിൽ നിന്നാൽ ആ ഗ്രഹത്തിന് ഫലദാനശേഷി കൂടും എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെ വേഴത്തിന്റെ അനുകൂലമായ നിലപാട് മൂലം ലോട്ടറി അടിക്കാവുന്ന, സംഖ്യാശാസ്ത്രം അനുസരിച്ച് ലോട്ടറി അടിക്കാവുന്ന ചില നക്ഷത്രങ്ങളും അവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ചില നമ്പറുകളുമാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അതായത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട, ഈ 3 നക്ഷത്രങ്ങൾ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. അതുകൂടാതെ കന്നിക്കൂറിൽ വരുന്ന 3 നക്ഷത്രങ്ങൾ ഉത്രം, അത്തം, ചിത്തിര, ഇത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. അപ്പോ ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട, ഇവരുടെ 9-ാം ഭാവത്തിലാണ് വേഴം നിൽക്കുന്നത്. 9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗ്യസ്ഥാനം. ജ്യോതിശാസ്ത്രം അനുസരിച്ച് 9 എന്നുള്ളത് ഭാഗ്യസ്ഥാനമാണ്, 9-ാം രാശി. അപ്പോ ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യരാശിയിൽ വേഴം, അതും ധനകാരകനായ വേഴം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കാവുന്നതാണ്. അതുകൂടാതെ കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, അത്തം, ചിത്തിര, ഈ 3 നക്ഷത്രങ്ങൾ, അങ്ങനെ മൊത്തം 6 നക്ഷത്രങ്ങൾ. അപ്പൊ കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രങ്ങൾ ഇവരുടെ 11-ലാണ് വേഴം വരുന്നത്. 11 എന്ന് പറഞ്ഞത് ലാഭസ്ഥാനമാണ്. അപ്പൊ ലാഭസ്ഥാനത്തേക്കാണ് ഈ നക്ഷത്രക്കാരുടെ ലാഭസ്ഥാനം, ലാഭരാശിയിലേക്കാണ് വേഴം നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് ലോട്ടറി പോലെയുള്ള അനുഭവങ്ങൾ, ലോട്ടറി അടിക്കാവുന്ന കാര്യങ്ങൾ വന്ന് സംഭവിക്കാവുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക്. അതിന് ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ ഇനി നമ്പറിലേക്ക് കിടക്കാം. ആൾക്കാർ നമ്പറാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമ്പറിലേക്ക് കിടക്കാം. ഞാൻ എല്ലാ ആഴ്ചയിലും ലോട്ടറി ഭാഗ്യ നമ്പർ ഇടാറുണ്ട്. പലർക്കും കിട്ടാറുണ്ട്, പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്. അപ്പൊ ഞാൻ നമ്പറിലേക്ക് കിടക്കുന്നതാണ്. അപ്പോ 4 അക്ക നമ്പറാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ചിലർക്ക് 1 അക്ക നമ്പറും 2 അക്ക നമ്പറും 3 അക്ക നമ്പറും ആ നമ്പറിന്റെ അവസാനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ 4 അക്ക നമ്പർ 0127 0127
0649 0649. ഇനി അടുത്ത 4 അക്ക നമ്പർ 1342 1342 2556 2556. അടുത്ത 4 അക്ക നമ്പർ 3968 3968 4861 4861 4861. അടുത്ത 4 അക്ക നമ്പർ 5079 5079 5079. അടുത്ത 4 അക്ക നമ്പർ 6422 6422. അടുത്ത 4 അക്കം 7086 7086. അടുത്ത 4 അക്ക നമ്പർ 8646 8646. ഇനി വരുന്ന 4 അക്ക നമ്പർ 9176 9176. അടുത്ത 4 അക്ക നമ്പർ 0629 0629. അടുത്തത് 9451 9451 5728 3728 3728. നേരത്തെ പറഞ്ഞ 5728. ഇത് 3758. 6019 6019 6019. അടുത്ത 4 അക്കം 5284 5284. ഇതാണ് ഈ ആഴ്ചയിൽ ലോട്ടറി അടിക്കാവുന്ന 4 അക്ക നമ്പറും 1 അക്ക നമ്പറും 2 അക്ക നമ്പറും 3 അക്ക നമ്പറും ഇതിൽ നിന്ന് ഓരോരുത്തർക്ക് തെരഞ്ഞെടുക്കാം. അപ്പൊ നല്ല ഈശ്വര വിശ്വാസത്തോടുകൂടിയും നല്ല മനസ്സോടുകൂടിയും ലോട്ടറി എടുക്കാം. പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുകൂലമായ സമയമാണ്. വേഴം അനുകൂലമായതിനാലാണ് ഞാനിപ്പോൾ ഈ കാര്യം ഇവിടെ പറയുന്നത്. ഇവരെ സംബന്ധിച്ച് വേഴം ഇപ്പോൾ അനുകൂലമായ ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ വിഷയം, ഈ ലോട്ടറി എന്ന ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.